ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇവിടെ അടുത്ത് വരാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബോൺലെസ് ചിക്കൻ ചില്ലിയാണ്. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ഡിഷായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് 1/2 കിലോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് നീളൻ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കനിലേക്ക് മസാല ഒക്കെ പിടിക്കാനായിട്ട് അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് ചിക്കൻ്റെ ഇൻസൈഡൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ചിക്കൻ ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് മറ്റേ സൈഡൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഇതിന് കോരി മാറ്റാം. ഇതേപോലെ ബാലൻസ് ഉള്ള ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ അളവിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് സ്ലൈസ് ചെയ്ത് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള സ്ക്വയറായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതേപോലെ മീഡിയം സൈസ് ഒരു ക്യാപ്സിക്കം നീളനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സബോളയും ക്യാപ്സിക്കൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസുകളൊക്കെ ആഡ് ചെയ്യാം. ഇതിനായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, ഇനി നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കുറച്ച് ടൈറ്റ് ആക്കി എടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഗ്രേവിയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് അല്പം സ്വീറ്റ്നെസ് കിട്ടാനാണ് ഇതിലേക്ക് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബോൺലെസ് ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബോൺലെസ് ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവരും സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ബോൺലെസ് ചിക്കൻ ചില്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇത് ചപ്പാത്തി പോലുള്ള എല്ലാവിധ ഡ്രൈ പാക്കറ്റോടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോംബോ തന്നെയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ നല്ലൊരു കിടുക്കാച്ചി വിഭവമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.